ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ഏതൊരു PSC എക്സാമിന് ചോദിക്കുന്ന GK ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യമാണ്. നമുക്ക് വരുന്ന +2 പ്രിലിംസിനും ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾ കരുതുന്ന ചോദ്യമാണ് ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം നോക്കിയോണേ, ഇവയിൽ വേറിട്ട് നിൽക്കുന്നത് ഏതാണ്? അപ്പം ഇവയിൽ വേറിട്ട് നിൽക്കുന്നത് എന്താണ്? 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയുണ്ട്? ഇരവികുളം, പാമ്പാടും ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല. ഇത് എന്തോന്നാണ്? ദേശീയ ഉദ്യാനമാണ്. ഇവ 4ഉം എന്തോന്നാണ്ട്? ദേശീയ ഉദ്യാനമാണ്. ഇവയിൽ വേറിട്ട് നിൽക്കുന്നത് എന്താണ്? അപ്പൊ ഈ നിൽക്കുന്ന ദേശീയ ഉദ്യാനങ്ങൾ മാറ്റി നിർത്തപ്പെടാവുന്നത് അല്ലെങ്കിൽ വേറിട്ട് എന്തോ ഒരു പ്രത്യേകത കൊണ്ട് മാറ്റി നിർത്തപ്പെടാവുന്ന ഒരു ദേശീയ ഉദ്യാനമുണ്ട്. അത് ഏതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കിക്കോളെ, ഇരവികുളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. അടുത്ത പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതും ഇടുക്കി ജില്ലയിലാണ്. പാമ്പാടും ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. അടുത്ത നോക്കിക്കോളെ, സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയാണ്. നമുക്കറിയാലോ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ. അപ്പൊ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇത് മതികെട്ടാൻ ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നതാണ്. അതും ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയാണ്. അപ്പൊ ഏതൊക്കെയുണ്ട്? ഇരവികുളം ഇടുക്കിയിലാണ്, പാമ്പാടും ചോല ഇടുക്കിയിലാണ്, മതികെട്ടാൻ ചോല ഇടുക്കിയിലാണ്. അപ്പൊ ഇവ 3ഉം എവിടെയാണ്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇനി മൊത്തം എത്ര ദേശീയോദ്യാനമുണ്ട്? 5 ദേശീയോദ്യാനമാണ് നമുക്കുള്ളത്. അതിന് ഒന്നുകൂടി എഴുതി തരാത്ത ഒന്നുകൂടി ഉണ്ട്. ഏതാണ്ട്? ഇരവികുളം, പാമ്പാടും ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ഒരു ദേശീയോദ്യാനം. ആനമുടിച്ചോല ഒരു ദേശീയോദ്യാനമാണ്. ആനമുടിച്ചോല എവിടെയുണ്ട്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കോളെ, ഇരവികുളം, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, സൈലന്റ് വാലി, ആനമുടിച്ചോല. അപ്പൊ ഇവയിൽ മാറ്റി നിർത്തപ്പെടാവുന്ന ഏതെന്ന് വെച്ചാൽ സൈലന്റ് വാലിയാണ്. അപ്പൊ ഇവയിൽ മാറ്റി നിർത്തപ്പെടാവുന്ന ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം. എന്തുകൊണ്ടാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഈ ഓപ്ഷനിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാവുന്നതെന്ന് പറയുന്നത്? അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ല. ബാക്കിയുള്ള 3 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. അപ്പം സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്ക്. ഈ സൈലന്റ് വാലി നിലവിൽ വന്ന വർഷം ഏതാണ്ട് 1984ലാണ്. സൈലന്റ് വാലി നിലവിൽ വന്നപ്പോഴാണ് 1984 പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും വലിയ മഴക്കാട് എന്ന് വെച്ചാൽ സൈലന്റ് വാലി മറ്റൊരു പേരുണ്ട് സൈലന്ത്രീവനം എന്നാണ്. പിന്നെ ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രത്യേകം എന്താണ്? ആദ്യമായി നിലവിൽ വന്ന 1978 നിലവിൽ വന്ന ദേശീയോദ്യാനം ഏതുണ്ട്? 1978 നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് 1978. ആദ്യമായി നിലവിൽ വന്ന ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം എവിടെയാണ്? ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആദ്യമായി നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇനി നമുക്ക് വേറെ പ്രശ്നങ്ങൾ, ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം അല്ലെങ്കിൽ എന്ന് ചോദിച്ചാലുണ്ട് ഏറ്റവും വലിയ ദേശീയോദ്യാനം എന്ന് വെച്ചാലും ഇരവികുളമാണ്. ആദ്യമായി നിലവിൽ വന്ന ദേശീയോദ്യാനം എന്ന് വെച്ചാലും ഇരവികുളം 1978ലാണ് നിലവിൽ വന്നത്. അടുത്ത സൈലന്റ് വാലി എപ്പോഴാണ്? രണ്ടാമത്തെ 1984 രണ്ടാമത് നിലവിൽ വന്ന ദേശീയോദ്യാനമായ സൈലന്റ് വാലി നിലവിൽ വന്നത് 1984ലാണ്. ഇനി പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടിച്ചോല 3 ചോലകൾ നിലവിൽ വന്നപ്പോഴാണ് 2003ലാണ്. സൈലന്റ് വാലിയും നിലവിൽ വന്നപ്പോഴാണ് 1984. ആദ്യം നിലവിൽ വന്നത് 1978ലാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അതാണ് ഏറ്റവും വലുത്. കേരളത്തിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് എന്ന് വെച്ചാൽ ഇരവികുളമാണ്. എന്നാൽ പിന്നെ ആദ്യമായി നിലവിൽ വന്ന ഏതെന്ന് വെച്ചാലും അതും ഇരവികുളമാണ്. ഇരവികുളത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്ട്? ഇരവികുളം നാഷണൽ പാർക്ക് സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാടാണ് ഇരയാവുന്നത്. എപ്പോഴും വരയാടാണ് ഇരയാവുന്നതെന്ന് പറഞ്ഞാൽ ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാട്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്ട്? സൈലന്റ് വാലി. വാലുള്ളത് ഏതാണ്? കുരങ്ങനല്ലേ? സിംഹവാലൻ കുരങ്ങ്. അപ്പം സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന് സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങാണ് സൈലന്റ് വാലി
സൈലന്റ് വാലി, സിംഹവാലൻ, അങ്ങനെ പറഞ്ഞു. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സംരക്ഷിക്കപ്പെടുന്ന മൃഗാതാണ് സിംഹവാലൻ കുരങ്ങാണ്. എന്തുകൊണ്ടാണ് അവിടെ സിംഹവാലൻ കുരങ്ങ് കാണപ്പെടുന്നത്? വെടിപ്ലാവുകളുടെ സാന്നിധ്യം. എന്തുകൊണ്ടാണ്? വെടിപ്ലാവുകൾ ഉള്ളതുകൊണ്ടാണ് സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. സൈലന്റ് വാലി നിലവിലുള്ളത് 1984. അടുത്ത പാമ്പാടി ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല, 3 ചോലകളും നിലവിലുള്ളപ്പോൾ 2003 അപ്പൊ മനസ്സിലായല്ലോ. അടുത്ത നോക്കിക്കോണേ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ പറയും? ആരാണ്ട്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ എന്ന് പറയുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്, രാഷ്ട്രീയ ആചാര്യൻ എന്ന് പറയുന്ന ആരാണ്ട്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അടുത്ത നോക്കിക്കോണേ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്, നമ്മുടെ മഹാത്മാഗാന്ധിയെ മഹാത്മാ, അതായത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചാറിന്റെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോറാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ച രവീന്ദ്രനാഥ ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്ട്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. അവസാനഘട്ട തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുന്നത്, അതിൽ വരുവാൻ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ കരുതുന്ന ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നവരുണ്ട് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. അടുത്ത നോക്കിയാൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ്? പയ്യന്നൂരാണ്. അതായത് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ സ്ഥലമാണ് പയ്യന്നൂർ. പയ്യന്നൂർ എവിടെയുണ്ട്? കണ്ണൂർ ജില്ലയിലാണ്. പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം നേരത്തെ നൽകിയാറുണ്ട്. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹം നേരത്തെ നൽകിയാറുണ്ട് നമ്മുടെ കെ കേളപ്പനാണ് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ഒന്നുകൂടി നോക്കണേ. അപ്പൊ ഈ ഇരവികുളം, പാമ്പാടി ചോല, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, ഇവയിൽ വേറിട്ട് നിൽക്കുന്നത്, ഇവയിൽ മാറ്റി നിർത്തപ്പെടാവുന്ന ഏതാണ്ട് സൈലന്റ് വാലി. എന്തുകൊണ്ടാണ്? സൈലന്റ് വാലി പാലക്കാടും ബാക്കി 3 ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയാണ്. മൊത്തം 5 ദേശീയോദ്യാനമുണ്ട്. അതിൽ 4 എവിടെയാണ്? ഇടുക്കി ജില്ലയിലും. എന്നാൽ 1 മാത്രം, അതേതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലുമാണ്. അടുത്ത നോക്കിക്കോണേ. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരാണ്ട്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ എന്ന് പറയുന്നത്. അടുത്ത ദിവസം നോക്കിക്കോണേ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയെ എന്തെന്നാണ് വിശേഷിപ്പിച്ചത്? മഹാത്മാ. അതിനുശേഷമാണ് മഹാത്മാഗാന്ധി എന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്. അപ്പം ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്ത ദിവസം നോക്കി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നവരാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത നിങ്ങൾ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ. ഉപ്പ് സത്യാഗ്രഹത്തിന് വേദിയായ പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്ന സ്ഥലം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തവരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ആരാണ്? നന്ദലാൽ ബോസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വ്യക്തി ആരാണ്? നന്ദലാൽ ബോസ് ആണ്. എന്നാൽ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയാണ് ആധുനിക മനു എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടന ആമുഖം എഴുതി തയ്യാറാക്കിയാരാണ്? അത് നെഹ്റുവാണ്. അംബേദ്കർ അല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം, ചൂട്ടാച്ചി എന്നീ കൃതികൾ രചിച്ചതാരാണ്? അപ്പൊ കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം, ചൂട്ടാച്ചി എന്നീ കൃതികൾ രചിച്ചതാണ് കല്ലേൽ പൊക്കുടനാണ്. ആരാണ്ട്? കല്ലേൽ പൊക്കുടനാണ്. കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം, ചൂട്ടാച്ചി എന്നീ കൃതികൾ രചിച്ചയാളാണ് കല്ലേൽ പൊക്കുടനാണ്. എന്നാൽ കണ്ടൽക്കാടുകൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള ജില്ല എന്ന് വെച്ചാലും സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല എന്ന് ചോദിച്ചാലും കേരളത്തിലെ ഒരേ ഒരു കന്റോൺമെന്റ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കണ്ണൂർ ജില്ലയാണ്. അടുത്ത നോക്കിക്കോണേ. നിശബ്ദ വസന്തം മറ്റൊരു എന്താണ്? ദ സൈലന്റ് സ്പ്രിംഗ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചതാണ് റേച്ചൽ കഴ്സൺ ആണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് റേച്ചൽ കഴ്സൺ. അതിൽ പ്രതിപാദിക്കുന്ന വിഷയം ഏതാണ്? DDT എന്ന കീടനാശിനിയെ കുറിച്ചാണ് സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നത്. അടുത്ത നോക്കിക്കോണേ. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ. സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഏതാണ്ട്?
ഫോട്ടോ വോൾട്ടായിക് സാങ്കേതിക വിദ്യ. അപ്പം ഫോട്ടോ വോൾട്ടായിക് സാങ്കേതിക വിദ്യ എന്താണ്? സൗരോർജ്ജത്തിന്, അതായത് സൗരോർജ്ജം സിമ്പിൾ ആയിട്ട് പറഞ്ഞതുകൊണ്ട് സൗരോർജ്ജം സോളാർ പാനലിൽ നടക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്ട് ഫോട്ടോ വോൾട്ടായിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് സൗരോർജ്ജത്തെ നേരിട്ട് വൈദ്യുതിയാക്കി മാറ്റുന്നത്. അപ്പം സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത് എന്തുകൊണ്ട്? സോളാർ പാനലാണ്. ഈ സോളാർ പാനൽ നടക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ അതാണ് ഫോട്ടോ വോൾട്ടായിക് സാങ്കേതിക വിദ്യ. അതായത് നമ്മുടെ സോളാർ പാനൽ എന്തുകൊണ്ട്? സിലിക്കൺ എന്ന മൂലകത്താൽ നിർമ്മിതമാണ് സോളാർ പാനൽ. അപ്പൊ സിലിക്കൺ എന്ന മൂലകത്തിൽ നിർമ്മിതമായതുകൊണ്ട് എന്താണ്? സൗരോർജ്ജം, സൂര്യപ്രകാശം നമ്മുടെ സോളാർ പാനലിലേക്ക് പതിക്കുമ്പോൾ അതിലുള്ള ആറ്റങ്ങളെ ഉത്തേജിപ്പിച്ച് എന്തോന്നാക്കി മാറ്റും? ചലിക്കുന്ന ഇലക്ട്രോണുകളാക്കി മാറ്റുന്നു. ഇതുകൊണ്ടാണ് എന്തോന്ന്? വൈദ്യുതി ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ ഫോട്ടോ വോൾട്ടായിക് സാങ്കേതിക വിദ്യ. അപ്പം സോളാർ പാനലിലെ മൂലകങ്ങളുടെ സിലിക്കൺ മൂലകം, സിലിക്കൺ ക്രിസ്റ്റലി സിലിക്കൺ മൂലകത്താൽ നിർമ്മിതമാണ്. അതിലുപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ ഫോട്ടോ വോൾട്ടായിക് സാങ്കേതിക വിദ്യയാണ്. അപ്പം നോക്കിക്കോട്ടെ, നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ പോകുന്ന അന്തരീക്ഷ പാളിയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ എല്ലാ PSC എക്സാമിനും അന്തരീക്ഷ പാളിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇത്രയും നാം ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കിക്കോണേ, അപ്പം ഇനി ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന ചോദ്യങ്ങളാണ്. അപ്പം നോക്കി, നമുക്ക് എത്ര തരത്തിലുള്ള അന്തരീക്ഷ പാളിയുണ്ട്? എത്ര അന്തരീക്ഷ പാളിയുണ്ട്? അന്തരീക്ഷ പാളിയെ 4 ആയിട്ടിരിക്കുക. ട്രോപ്പോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നിങ്ങനെ 4 ആയിട്ട് തിരിക്കാം. ഇതിൽ ഭൂമിയോട് ചേർന്ന് അല്ലെങ്കിൽ അന്തരീക്ഷ പാളി ഏറ്റവും താഴെ കാണപ്പെടുന്ന, നമ്മുടെ ഭൂമിയോട് ചേർന്ന് കാണപ്പെടുന്ന വെച്ചാൽ ട്രോപ്പോസ്ഫിയർ. ഏതാണ്ട് ട്രോപ്പോസ്ഫിയർ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കോണേ. സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം, സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗം ഏതാണ്ട് സ്ട്രാറ്റോപാസ് ആണ്. അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടി ഒരു എളുപ്പമുണ്ട്. നോക്കിക്കോട്ടെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ആദ്യം സ്ട്രാറ്റോസ്ഫിയർ ആണ് കൊടുക്കുന്നത്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയർ ആകുമ്പോൾ ഉത്തരം സ്ട്രാറ്റോപാസ്. ആദ്യം ഏതാണ് കൊടുത്തിരിക്കുന്നത്? ആദ്യം സ്ട്രാറ്റോസ്ഫിയർ എന്ന് കൊടുത്തിരുന്നത്. അപ്പൊ സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഭാഗമാണ് സ്ട്രാറ്റോപാസ്. നമ്മുടെ കഴിഞ്ഞ പ്ലസ് 2 സെക്കൻഡ് 2ാം ഘട്ടത്തിലുണ്ടായ ക്വസ്റ്റ്യൻ എന്താണ്? ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത്, അത് ട്രോപ്പോപാസ് ആണ്. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ട്രോപ്പോസ്ഫിയർ എന്നാണ്. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ അത് ട്രോപ്പോപാസ് ആണ്. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിനെയും മീസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ സ്ട്രാറ്റോപാസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം, സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പൊ നമ്മുടെ സ്ട്രാറ്റജി, ഒരു സ്ട്രാറ്റായിട്ട് അങ്ങ് നിൽക്കുന്നു ഓസോൺ പാളി. അപ്പോൾ ഒരു സ്ട്രാറ്റോസ്ഫിയർ ആയിട്ട് അങ്ങ് നിൽക്കുന്നു. അപ്പോൾ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗം എന്ന് വെച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അപ്പൊ ഓസോൺ ദിനമായി നമ്മൾ ആചരിക്കുന്ന എന്താണ്? സെപ്റ്റംബർ മാസം 16. ഏതാണ്ട് സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ് ഓസോൺ ദിനമായി ആചരിക്കുന്ന എന്നാണ്? സെപ്റ്റംബർ മാസം 16. ഓസോൺ പാളിയുടെ നിറം ചോദിച്ച എന്ത് നിറമാണ്? ഇളം നീല നിറമാണ്. ഓസോൺ പാളിയുടെ നിറം ഇളം നീല നിറമാണ്. ഓസോൺ എന്ന വാക്കിന്റെ അർത്ഥം ചോദിച്ച എന്താണ്? ഞാൻ മണക്കുന്നു. ഓസോൺ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മണക്കുന്നു. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ്. അപ്പൊ ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷത്തിൽ എവിടെയുണ്ട്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതായത് ഭൂമിയിലേക്ക് എത്തുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു പാളിയല്ലേ ഓസോൺ പാളി. അത് കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്ത നോക്കിക്കോട്ടെ, ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ഭൂമിയോട് ചേർന്നുള്ള അല്ലെങ്കിൽ ആദ്യത്തെ അന്തരീക്ഷ പാളി ഒന്നാമത്തെ എന്ന് വെച്ചാൽ ട്രോപ്പോസ്ഫിയർ ആണ്. ജൈവമണ്ഡലം കാണപ്പെടുന്നതെന്ന് വെച്ചാലും ജൈവമണ്ഡലം കാണപ്പെടുന്നതും ഭൂമിയോട് ചേർന്നുള്ള ട്രോപ്പോസ്ഫിയറിലല്ലേ. അപ്പം ഭൂമിയോട് ചേർന്നുള്ള ട്രോപ്പോസ്ഫിയറിലാണ് ജീവനുള്ളവ. ജൈവമണ്ഡലം കാണപ്പെടുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. കാലാവസ്ഥാ വ്യതിയാനം, അതായത് മഴ, മഞ്ഞ് പോലത്തെ കാലാവസ്ഥാ വ്യതിയാനം മാറ്റങ്ങൾക്ക് കാരണമാകുന്നതിലാണ് ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പം ഭൂമിയോട് ചേർന്ന്, ഭൂമിയിലല്ലേ ഈ കാലാവസ്ഥ ഒക്കെ നടക്കുന്നത്. ഈ കാലാവസ്ഥ, മഴ, മഞ്ഞ് ഇതുപോലത്തെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ നടക്കുന്ന ഭൂമിയിലല്ലേ. അപ്പം ഈ കാലാവസ്ഥ വ്യതിയാനം നടക്കുന്ന എവിടെയാണ്? ഭൂമിയോട് ചേർന്നുള്ള ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്ത് നോക്കിയാണ്, ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പൊ ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ നേരത്തെ പഠിച്ചെന്നാണ് ഓസോൺ പാളി കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായത്, ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന പാളി എന്ന് വെച്ചാൽ അതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തെർമോസ്ഫിയർ എന്നാണ് മറ്റൊരു പേര്.
അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗം എന്ന് വെച്ചാൽ തെർമോസ്ഫിയറിന്റെ ഭാഗമാണ്. ഈ അയണോസ്ഫിയറിലാണ് റേഡിയോ പ്രഭാവം, അതായത് റേഡിയോ സംരക്ഷണത്തിന് ആവശ്യമായ വികിരണങ്ങൾ റേഡിയോ പ്രവാഹത്തിന് അനുയോജ്യമായ വികിരണങ്ങൾ കടന്നുപോകുന്നത് എവിടെയാണ്? ഈ അയണോസ്ഫിയറിലൂടെയാണ്. ഇത് തെർമോസ്ഫിയറിന്റെ ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. പോകുന്നോടി നോക്കിക്കോണേ. സ്ട്രാറ്റോസ്ഫിയറിന്റെയും മീസോസ്ഫിയറിന്റെയും വേർതിരിക്കുന്ന ഭാഗം ഏതാണ്ട് സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നു. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ മാസം 16-ാം തീയതിയാണ്. അടുത്ത് നോക്കിക്കോണേ. ഭൂമിയോട് ചേർന്നുള്ള അന്തരീക്ഷ പാളി, ഭൂമിയോട് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ പാളി നാലായി തിരിക്കുന്നതിൽ ഏറ്റവും താഴത്തെയാണെന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയറിലാണ് ജൈവമണ്ഡലം കാണപ്പെടുന്നത്, ജീവനുള്ളവ കാണപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഈ ഓസോൺ പാളി കാണപ്പെടുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ കൂടെയാണ് ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ പാളി. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിന്റെ ഭാഗമാണ്? തെർമോസ്ഫിയർ. അയണോസ്ഫിയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയറിന്റെ ഭാഗമാണ്. റേഡിയോ സംരക്ഷണം നടക്കുന്നതും അയണോസ്ഫിയറിലൂടെയാണ്. അപ്പൊ നമുക്ക് അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിൽ വന്ന വിദേശികളെ കുറിച്ചാണ്. ഇന്ത്യയിൽ വന്ന വിദേശികളും യൂറോപ്യന്മാരെ കുറിച്ചുമാണ്. നമുക്ക് ഇത് എക്സാമിനുണ്ടാകും. യൂറോപ്യന്മാരെ കുറിച്ച് അവരുടെ ഓർഡറും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിരുന്നത്. അപ്പം നോക്കിക്കോണേ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. വരുമെന്ന് ഉറപ്പിക്കുന്നാവുന്ന ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷുവറാണ്. നോക്കിക്കോണേ. അത് ആദ്യ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം, ആദ്യമായി നമ്മുടെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്ട്? അത് പോർച്ചുഗലാണ്. യൂറോപ്യൻ രാജ്യമേ എന്ന് വെച്ചാൽ പോർച്ചുഗലും, യൂറോപ്യന്മാരെന്ന് വെച്ചാൽ പോർച്ചുഗീസുമാരാണ്. യൂറോപ്യന്മാരെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരും, എന്നാൽ യൂറോപ്യൻ രാജ്യം ചോദിച്ചത് ഏതാണ്ട് പോർച്ചുഗലുമാണ്. അപ്പം നോക്കിക്കോണേ, ഇന്ത്യ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യമേ എന്നാണ്ട് പോർച്ചുഗീസുകാരാണ്. അപ്പം അടുത്ത് വേറെ ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കോണേ. ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ച വിദേശികളെന്ന് ചോദിച്ചാൽ അറബികളാണ്. ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച വിദേശികളെന്ന് ചോദിച്ചാൽ അറബികളും, എന്നാൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ എന്ന് ചോദിച്ചാൽ പോർച്ചുഗീസുകാരുമാണ്. ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? പോർച്ചുഗീസുകാരും. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ച വിദേശികൾ എന്ന് എടുത്തു ചോദിച്ചാൽ വിദേശീയരാണ്, അത് അറബികളുമാണ്. നോക്കിക്കോണേ. അപ്പം ആദ്യമായി വന്ന ഈ ഓർഡർ നോക്കി പഠിക്കുന്നത്. അപ്പം യൂറോപ്യന്മാരുടെ കടന്നുവരവ് ആണ് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ഒരു തകർക്കത്തിന് തന്നെ കാരണമായി. യൂറോപ്യന്മാരുടെ കടന്നുവരവോട് കൂടിയാണ് ആധുനിക ഇന്ത്യയുടെ മാറ്റങ്ങൾക്ക് കാരണമായത്. അപ്പം ഈ യൂറോപ്യന്മാരുടെ കടന്നുവരവിന്റെ ഓർഡർ വന്നിട്ടുള്ള 4 യൂറോപ്യൻ ശക്തി വന്നിട്ടുണ്ട്. ആരാണ്? പോർച്ചുഗീസുകാർ. ഒന്നാമത്തേരാണ്ട് പോർച്ചുഗീസുകാർ, രണ്ടാമത്തേരാണ് ഡച്ചുകാർ, മൂന്നാമത്തേരാണ്ട് ബ്രിട്ടീഷുകാർ, നാലാമത്തേരാണ് ഫ്രഞ്ചുകാർ. അതിനാൽ ഈ ഓർഡർ കറക്റ്റ് കിട്ടാൻ ഒരു കോഡുണ്ട്. എന്തുകൊണ്ട്? പോഡാ ബീഫെ. ഈ ഓർഡർ കിട്ടാൻ വേണ്ടി ഒരു കോഡാണ് പോഡാ ബീഫെ എന്നാണ്. അപ്പൊ ആദ്യമായി വന്നവരാണ് പോഡയിലെ പോയാണ് പോർച്ചുഗീസുകാർ. അപ്പൊ അടുത്ത് രണ്ടാമതായി വന്ന ഡച്ചുകാർ. മൂന്നാമത് വന്ന പോഡാ ബി ആരാണ്? ബ്രിട്ടീഷുകാരാണ്. നാലാമത്തെ ഫെ ആരാണ്? പോഡാ ബീഫെ ഫ്രഞ്ചുകാർ. അവസാനമായി വന്നത് ഫ്രഞ്ചുകാരാണ്. ആദ്യമായി വന്നത് പോർച്ചുഗീസുകാർ. ഈ പോർച്ചുഗീസുകാർക്ക് മറ്റൊരു പേരുണ്ട്, എന്തോന്നുണ്ട്? പറങ്കികൾ. പോർച്ചുഗീസുകാർ മറ്റൊരു പേരാണ് പറങ്കികളാണെന്ന് അറിയപ്പെടുന്നതാണ്, അത് പോർച്ചുഗീസുകാരാണ്. അടുത്ത് ഡച്ചുകാർ അറിയപ്പെടുന്നത് ലെന്തക്കാർ എന്നാണ്. ഡച്ചുകാർ അറിയപ്പെടുന്നത് അടുത്ത ബ്രിട്ടീഷുകാർ അറിയപ്പെടുന്നത് വെള്ളക്കാർ. ഫ്രഞ്ചുകാർ അറിയപ്പെടുന്നത് പരന്തരീസുകാർ എന്നാണ്. അപ്പൊ വെള്ളക്കാരെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നാണ്. അപ്പൊ ഒന്നാമത് ശക്തിയാണ് പോർച്ചുഗീസുകാർ. ആ പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരാണ് പറങ്കികൾ എന്ന് പറയുന്നത്. ഡച്ചുകാർ ഡച്ചുകാരുടെ മറ്റൊരു പേരാണ് ലെന്തക്കാർ. മൂന്നാമതായിരുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ മറ്റൊരു പേരാണ് വെള്ളക്കാർ. അടുത്ത നാലാമതായിരുന്നാരാണ്? ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ചുകാരുടെ മറ്റൊരു പേര് പരന്തരീസുകാർ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത് നോക്കിക്കോണേ. അടുത്ത് അതായത് യൂറോപ്യന്മാർ കാപ്യ എന്ന് വിളിച്ചിരുന്ന പ്രദേശം ഏതാണ്? ഇപ്പോഴത്തെ കാപ്പാടാണ്. യൂറോപ്യന്മാർ കാപ്യ എന്ന് വിളിച്ചിരുന്ന പ്രദേശം ഏതാണ്? ഈ കാപ്പാടിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അതായത് ആദ്യം യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡഗാമ 1498 മെയ് മാസം 20-ാം തീയതി 1498 മെയ് മാസം 20-ാം തീയതി എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്താണ് ആദ്യമായി വാസ്കോഡഗാമ വന്നിറങ്ങിയത്. എവിടെയാണ്?
1498 മെയ് മാസം 20-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന കടപ്പുറത്താണ് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ ആദ്യമായി കേരളത്തിൽ കാലുകുത്തിയ സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാപ്പാട് സ്ഥലത്താണ് കാപ്പാട് കടപ്പുറത്തിന് എന്തോന്ന് യൂറോപ്യൻ കാപ്പിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. യൂറോപ്യന്മാർ വിളിച്ചിരുന്ന പേരാണ് കാപ്പാടിനെ കാപ്പിയ എന്നാണ്. അതുപോലെ യൂറോപ്യന്മാർ കലൈക്കുറ്റി എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. കലൈക്കുറ്റി പിന്നീട് വിളിച്ചെന്താണ് കാലിക്കട്ടായി മാറി. ഇതെവിടെയാണ്? കോഴിക്കോടാണ്. കലൈക്കുറ്റി എന്ന യൂറോപ്യൻ ശക്തി വിളിച്ചിരുന്ന പേരുണ്ട് കോഴിക്കോടാണ് കലൈക്കുറ്റി എന്നറിയപ്പെടുന്നത്. അടുത്ത് നോക്കിക്കോണേ, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ നമ്മൾ പോർച്ചുഗീസ് എന്നുണ്ട്. ഈ ആദ്യമായി ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരെ പറഞ്ഞുവിട്ട യൂറോപ്പിലെ ഭരണാധികാരിയാണ് മാനുവൽ ഒന്നാമനാണ് യൂറോപ്യൻ ഭരണാധികാരി എന്ന് പറയുന്നത്. വാസ്കോ ഡ ഗാമയെ കേരളത്തിലോട്ട് ഇന്ത്യയിലോട്ട് അയച്ച യൂറോപ്യൻ ഭരണാധികാരി ആരെന്ന് വെച്ചാൽ മാനുവൽ ഒന്നാമനാണ്. ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി, നമ്മുടെ ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ആദ്യമായി ഇന്ത്യയിൽ എത്തിയ ഒരു പോർച്ചുഗീസ് വൈസ്രോയി എന്ന് പറഞ്ഞു. രണ്ടാമതെത്തിയ അൽബുക്കർക്കാണ് ഏറ്റവും ശക്തൻ. ഏറ്റവും ശക്തൻ എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ അൽബുക്കർക്കാണ്. നമ്മുടെ മിക്ക വിഷയം ചോദിക്കുന്നതാണ് ആദ്യമായി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. അപ്പം നമ്മുടെ അതായത് ആദ്യമായി വന്ന വാസ്കോ ഡ ഗാമയാണ് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമ എത്ര തവണയാണ് കേരളത്തിൽ എത്തിയിട്ടുള്ളത്? 3 തവണയുണ്ട്. 1498, 1502, 1524 3 പ്രാവശ്യമാണ് വാസ്കോ ഡ ഗാമ കേരളത്തിൽ എത്തിയിട്ടുള്ളത്. 1498, 1502, 1524 3 പ്രാവശ്യമാണ് എത്തിയിട്ടുള്ളത്. ആദ്യമായി വന്നത് 1498. നമ്മളിവിടെ പറഞ്ഞു 1498 മെയ് മാസം 20-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്ത് ഇറങ്ങി എന്ന് പറഞ്ഞു. അടുത്ത് വന്നത് 1502. ഇതിൽ അവസാനം 1524 ഒരു എന്തോന്നാണ് പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വാസ്കോ ഡ ഗാമ ഇവിടെ വന്നത്. നമ്മുടെ ഇന്ത്യയിൽ വന്നത് 1524 വൈസ്രോയി ആയിട്ടാണ് വന്നത്. അപ്പോൾ ഒന്ന് നോക്കൂ, ആദ്യമായി ഇന്ത്യയിൽ വന്ന ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? രാജ്യം പോർച്ചുഗലും യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരുമാണ്. എന്നാൽ അടുത്ത് ചോദിക്കുന്നത് ആദ്യമായി ഇന്ത്യയിൽ വന്ന വിദേശികൾ എന്ന് ചോദിച്ചാൽ അറബികളാണ്. അപ്പൊ അവർ വന്ന ഓർഡറാണ്. അതായത് യൂറോപ്യന്മാരുടെ വന്ന ഓർഡർ എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അതിന്റെ കോഡ് നമ്മൾ നേരത്തെ പറഞ്ഞു കോഡ ബീഫ്. അടുത്ത പോർച്ചുഗീസുകാരുടെ മറ്റൊരു പേരുന്നുണ്ട് പറങ്കികൾ. ഡച്ചുകാരുടെ ലെന്തക്കാർ, ബ്രിട്ടീഷുകാരുടേത് വെള്ളക്കാർ, ഫ്രഞ്ചുകാരുടേത് പരന്തിരീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. അപ്പൊ ആദ്യമായി യൂറോപ്യൻ ശക്തിയായ വാസ്കോ ഡ ഗാമ വന്നത് 1498 മെയ് മാസം 20-ാം തീയതി കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടപ്പുറത്താണ് വന്നിറങ്ങിയത്. ഈ കാപ്പാട് കടപ്പുറത്തിന്റെ മറ്റൊരു പേര് യൂറോപ്യന്മാർ വിളിച്ചിരുന്ന കാപ്പിയ എന്നാണ്. കലൈക്കുറ്റി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് കലൈക്കുറ്റി. അത് പിന്നീട് കലൈക്കുറ്റിയാണ് നമ്മുടെ കാലിക്കട്ടാറ്റ് മാറിയത്. അടുത്ത് അത് യൂറോപ്യന്മാരെ പോർച്ചുഗീസ് വൈസ്രോയ വാസ്കോ ഡ ഗാമയെ നമ്മുടെ ഇന്ത്യയിലോട്ട് അയച്ച പോർച്ചുഗീസിലെ ഭരണാധികാരി അയച്ച മാനുവൽ ഒന്നാമനാണ്. ആദ്യ പോർച്ചുഗീസ് വൈസ്രോയി, ആദ്യമായി ഇന്ത്യയിൽ വന്ന പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. രണ്ടാമത് വന്നത് അൽബുക്കർക്കാണ്. ഏറ്റവും ശക്തൻ എന്ന് പറയുന്നത്. അടുത്തതാണ് 3 പ്രാവശ്യമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ എത്തിയിട്ടുള്ള 1498, 1502, 1524. ഇതിൽ അവസാനം വന്ന 1524 പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ടാണ് വാസ്കോ ഡ ഗാമ വന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്. ജനറൽ നോളജ് ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.